ഓം കപാലികേ നമഃ. എല്ലാ ദിവസത്തെയും പോലെ ഇന്നത്തെ യാത്ര മണിയങ്കോട് വഴിയായിരുന്നു. അങ്ങനെ കുറേ ദൂരം ഇങ്ങനെ കവർ ചെയ്ത് പോയി കഴിഞ്ഞപ്പോൾ ഒരു പ്രത്യേക ഒരു ഏരിയയിൽ എത്തിക്കഴിഞ്ഞു കഴിഞ്ഞപ്പോൾ ഒരു ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ക്ഷേത്രം, പഴയ ക്ഷേത്രം. എന്തായാലും ഒരുപാട് കാലത്തെ പഴക്കങ്ങളുണ്ടാവും. അതിന്റെ ചരിത്രങ്ങളെല്ലാം ഇവിടെ പൂജ ചെയ്യുന്ന തന്ത്രി തന്നെ അത് പറയുന്നതാണ്. പക്ഷെ ഞാൻ കണ്ട മാത്രയിൽ ഇതില് എത്രത്തോളം ഇതിനെ നന്നാക്കാൻ പറ്റുമോ എന്നൊക്കെ ചിന്തിച്ചുകൊണ്ടാണ് ഞാനത് ഇങ്ങനെ ഇവിടെ വന്നത്. അപ്പോ ഇതിന്റെ കാലപ്പഴക്കം എത്രയാണെന്നുള്ളതൊക്കെ നമ്മുടെ സ്വാമി തന്നെ പറയട്ടെ. ഓം നീലലോഹിതായ നമഃ. ഓം ശങ്കരായ നമഃ. ഓം ശൂലവാണേ നമഃ. ഓം നമസ്കാരം. ഞാനിങ്ങനെ ഒരു സൈക്കിൾ യാത്രയായിട്ട് ഇങ്ങനെ ഇറങ്ങുമ്പോൾ ഞാൻ ഈ ഒരു ഏരിയയിൽ ഇങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ കണ്ട ഒരു കാഴ്ചയാണ്. അതായത് സർവ്വതും തകർന്നു കിടക്കുന്ന ഒരു ക്ഷേത്രത്തിൽ താങ്കളുടെ പൂജകൾ നടക്കുന്നു, താങ്കളുടെ മന്ത്രങ്ങൾ ഇവിടെ ഉച്ചരിച്ചുകൊണ്ടിരിക്കുന്നു. എന്താണ് ഇതിന്റെ ഒരു അവസ്ഥ? എന്താണ് ഇതിന്റെ അവസ്ഥ എന്ന് പറയുമ്പോൾ, ഞാന് ഒരു 3 തലമുറയ്ക്ക് അപ്പുറം പഴക്കമുണ്ട് ഈ ക്ഷേത്രത്തിന്. ഞാൻ ഇവിടെ ഒരു ഫാം ഹൗസിൽ മാനേജരായിരുന്നു. ആ കാലഘട്ടത്തിൽ ഞാൻ പണിക്കാരുമായിട്ട് പശുക്കൾക്ക് പുല്ല് വെട്ടാൻ വേണ്ടി വരുമ്പോഴാണ് ഈ ശിവലിംഗം കാണുന്നത്. പിന്നെ ഒരു തിരുവോണത്തിൽ തലേ ദിവസം പണിക്കാരുമായിട്ട് ഈ പുല്ല് കാടെല്ലാം നമ്മൾ വെട്ടി മാറ്റുകയും അതിനുശേഷമാണ് നിത്യവും പൂജയുണ്ട്. ഇപ്പോഴും 7 വർഷം വരെ കഴിഞ്ഞു ഇപ്പോഴും. പക്ഷേ 1991 മാതാ അമൃതാനന്ദമയി അമ്മ ഇവിടെ ട്രസ്റ്റിന് തെക്കുന്തറ ചാത്തു നായർ, അദ്ദേഹം 85 വയസ്സുള്ള മനുഷ്യനാണ്. അദ്ദേഹത്തിന് കഴിയാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ അദ്ദേഹം ഇങ്ങനെ എഴുതി കൊടുത്തു: എനിക്ക് ആരോഗ്യപരമായ കാരണങ്ങളാൽ ക്ഷേത്രത്തിൻ്റെ ജീർണോദ്ധാരണ പ്രവർത്തനങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യത്താൽ ഇത്തരം ചുമതലകൾ വഹിക്കുന്നതിന് വേണ്ടി മാതാ അമൃതാനന്ദമയി അമ്മയുടെ ട്രസ്റ്റിന് നൽകുന്നു. ഇതോടൊപ്പം ഹിന്ദു വിശ്വാസികൾക്ക് യഥേഷ്ടം ആരാധിക്കുന്നതിനുള്ള സ്വാതന്ത്ര്യവും. പക്ഷേ ഇവിടെ നിന്ന് അമ്മ അതിൻ്റെ അനുഭവങ്ങൾ, അതായത് ആദായം കൊണ്ടുപോകുന്നതല്ലാതെ ക്ഷേത്രത്തിൻ്റെ ഒരു കാര്യവും ഇന്ന് വരെയും ചെയ്തിട്ടില്ല. ഞങ്ങൾ ഇതിനു വേണ്ടിയിട്ട് ഹിന്ദു ഐക്യവേദി ശശികല ടീച്ചർ, അതുപോലെ ടീച്ചറാണ് പറഞ്ഞത് ഇതിൻ്റെ വീഡിയോ, ഇതിൻ്റെ റോഡുമായിട്ട് ഇതിന് ബന്ധമുണ്ടോ, അങ്ങനെ ഞങ്ങൾ വീഡിയോ ഇതിൻ്റെ ഡോക്യുമെൻറ്റ്സ് കംപ്ലീറ്റ് നമ്മൾ എടുത്തിട്ടുണ്ട് ക്ഷേത്രത്തിൻ്റെ. അതിലാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഞങ്ങൾ ക്ഷേത്ര സംരക്ഷണ സമിതി, അതിൽ ഞങ്ങൾ പ്രസിഡൻ്റായിരുന്ന രാമകൃഷ്ണ ചേട്ടൻ, അതിനുശേഷം വന്ന ഗംഗാര ചേട്ടൻ, ഇവരിടത്തെല്ലാം ഞങ്ങൾ നിവേദനം കൊടുത്തിട്ടുണ്ട്. പക്ഷെ ഒരിടത്തു നിന്നും ഒരു പരിഹാരവും ഇന്ന് വരെയും ഉണ്ടായിട്ടില്ല. ലാസ്റ്റ് നമ്മൾ ജനഞ്ചാനൻ്റെ തകർക്കപ്പെട്ട ക്ഷേത്രങ്ങളുടെ പരമ്പര, അതിലും ദിനേശ് ചേട്ടന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടപ്പെട്ടവരടുത്ത് പറഞ്ഞിട്ടൊന്നും ഇതിനൊരു പരിഹാരം ഇന്ന് വരെ കിട്ടുന്നില്ല. കാരണം ഇപ്പോൾ ഇതിനിടയ്ക്കൊരു ഹാജിയാർ ഇതുവഴി പോയപ്പോൾ ചോദിച്ചു, എന്തുകൊണ്ട് ഈ ക്ഷേത്രം ഇങ്ങനെ കിടക്കുന്നു, ഇതിനൊരു ഫണ്ട് ഞങ്ങൾ തന്നാൽ നിങ്ങൾക്ക് ചെയ്യുന്നതിൽ എന്തെങ്കിലും വിഷമമുണ്ടോ ആക്ഷേപമുണ്ടോ എന്ന് വരെ പറഞ്ഞൊരു സിറ്റുവേഷൻ വന്നു പോയല്ലോ എന്നുള്ളൊരു വിഷമമാണ് ഞങ്ങൾക്ക് ഇവിടെയുള്ള ഹിന്ദുക്കൾക്ക് ഉള്ളത്. പക്ഷെ ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം ഞങ്ങളിപ്പോൾ ഈ ഒരു കഴിഞ്ഞ 28-ാം തീയതി യോഗം ഉണ്ടായിരുന്നു, ഭക്തജന കൂട്ടായ്മ. അതിൽ പിന്നെ നമ്മുടെ ആധ്യാത്മിക പ്രഭാഷകൻ സുരേഷ് ഏട്ടൻ ഇവരെല്ലാവരും സംസാരിച്ചു. പിന്നെ സമീപത്തുള്ള അമ്പലത്തിലെ ചെയർമാൻ എല്ലാവരും സംസാരിച്ച് ഞങ്ങളിപ്പോൾ ഒരു കമ്മിറ്റി രൂപീകരിച്ചിട്ടുണ്ട്. എത്രയും വേഗം ഈ ക്ഷേത്രത്തിന് ഒരു പരിഹാരം നമുക്ക് ഉണ്ടായേ പറ്റൂ. കാരണം ഞങ്ങൾക്ക് ഞാനിപ്പം 7 വർഷത്തോളമായി ഇവിടെ നിത്യവും പൂജയുണ്ട്, ഞാൻ തന്നെ ചെയ്യുന്നത്. പക്ഷേ ചില സമയങ്ങളിൽ എണ്ണ മേടിക്കാൻ പോലും നമ്മൾ കാശ് കാണില്ല. ഞാൻ തൊട്ടടുത്ത കടകളിൽ പോയിട്ടാണ് കടം വാങ്ങും. ചില സമയങ്ങളിൽ ആ കടയിൽ ടൈമിന് കൊടുക്കാൻ പറ്റാതെ നമ്മൾ വേറെ റൂട്ട് വരെ പോകുന്നൊരു സന്ദർഭം ഉണ്ടായെങ്കിലും ഭഗവാൻ എവിടെ കൂടെയെങ്കിലും നമുക്ക് അതിനുള്ള ഒരു വഴി കാട്ടിത്തരും. ഇപ്പോഴന്നെ ഇവിടെ ഞങ്ങളുടെ പ്രയാസം 2018 വെള്ളപ്പൊക്ക സമയത്ത് ഇതുവരെ വെള്ളം കയറിയിട്ടുണ്ട്. ആ സമയത്ത് എനിക്കിവിടെ പൂജയുണ്ട്, പാമ്പ് വരെ ഇവിടെ ഈ വെള്ളത്തിൽ വന്നിട്ടുണ്ട്. പക്ഷെ അന്നും നമ്മൾ പൂജ മുടക്കിയിട്ടില്ല. അമ്മമാര് പെങ്ങന്മാര് ഇവരൊക്കെ സന്ധ്യ സമയങ്ങളിലാണ് ഈ കാവിൽ പൂജയ്ക്ക് വേണ്ടി വരുന്നത്. അപ്പോൾ ഇതുള്ള മാളങ്ങളുണ്ടെങ്കിൽ ഈ പാമ്പുകൾ കയറി, പക്ഷെ ഈ കുട്ടികൾക്ക് അറിയില്ല. അപ്പൊ ഇതിനു വേണ്ടി എന്തെങ്കിലും ഒരു പരിഹാരം വേണമെന്ന് സ്വാമിയുടെ തന്നെ ഞങ്ങൾ
കാരണം മുരുകന കർണാടക എടുത്തോ. നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ഓം നമ ശിവായ ശിവപെരുമാളെ. അപ്പോഴും സാർ ഞാൻ ഈ പറഞ്ഞു വന്നത് ഇതിനൊരു പരിഹാരം. കാരണം നമ്മളിപ്പോൾ ഇവിടെ തന്നെ ഈ ശിവചൈതന്യം തുളുമ്പുന്ന ഈ ഭൂമി എത്ര കാലമായി ഇങ്ങനെ തകർന്നടിഞ്ഞ് ഈ ക്ഷേത്രം എല്ലാം ഇങ്ങനെ കിടക്കുന്നു. അപ്പം അതിനൊരു പരിഹാരം പൊതുവെ ഇവിടെ ആദിവാസികളും അതുപോലെ സാധാരണക്കാരായ ഹിന്ദുക്കളാണ് കൂടുതൽ ഉള്ളത്. ഇവിടെ തന്നെ കഴിഞ്ഞ ആഴ്ച നാൽക്കാലികൾ ഗർഭിണിയായ പശുക്കളാണ് ചത്തുപോയത്. ഇവിടെ എന്ന് പറഞ്ഞാൽ ജനങ്ങൾ ഈ ഭഗവാന്റെ ഈ ക്ഷേത്രം ഇങ്ങനെ പൊളിഞ്ഞു കിടക്കുന്നത് കാരണം ദുരിതങ്ങളേറെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പം അതിനൊരു പരിഹാരം ഉണ്ടാക്കി തരിക. കാരണം ഈ ക്ഷേത്രത്തിനെ ഒരു മഹാക്ഷേത്രമാക്കി തരാൻ അമ്മയ്ക്കോ, അതായത് മാതാ അമൃതാനന്ദമയി അമ്മയുടെ ട്രസ്റ്റിനോ, അതല്ലെങ്കിൽ ഈ വീഡിയോ കാണുന്ന ഭക്തർ അവർക്കൊരു മനസ്താപം ഉണ്ടായി ഇതിന് എന്തെങ്കിലും ഒരു പരിഹാരം. കാരണം ഇതിപ്പം ഞങ്ങളിത് ഈ ക്ഷേത്രം ഇങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ ക്ഷേത്രം നശിക്കുന്നതോടൊപ്പം ഹിന്ദുക്കളും നശിക്കുകയാണ്. അപ്പം അതൊരിക്കലും വരാൻ പാടില്ല. അതിനൊരു പരിഹാരം കാണുന്ന ഭക്തർ ഉണ്ടാക്കി തന്നാൽ വളരെയധികം നന്ദി ഉണ്ടായിരിക്കും. എൻ്റെ ഒരു എൻ്റെ എന്നല്ല, ഇവിടെയുള്ള ഭക്തർ ഇഷ്ടം പോലെ ഉണ്ട്, അമ്മമാരുണ്ട്. അവരുടെ എല്ലാവരുടെയും ഒരു അഭ്യർത്ഥനയാണ്. ഇത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ സ്വാമി പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർത്തുകൊണ്ട് എത്രയും പെട്ടെന്ന് ഒരു നല്ലൊരു ക്ഷേത്രമാക്കി മാറ്റി ഒരുപാട് ഭക്തരുടെ, അതായത് നമ്മളെപ്പോഴും വലിയ വലിയ തോതിലുള്ള വിഷമങ്ങൾ വരുമ്പോഴാണ് ഈ അമ്പലങ്ങളെ സമീപിക്കുക. അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാകുന്ന പരിഹാരങ്ങളും അതുപോലെ തന്നെയായിരിക്കും. അപ്പോൾ ഇതൊരു വലിയൊരു ക്ഷേത്രമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് നിങ്ങളെല്ലാവരും കൈകോർക്കുക, ഇതിനു വേണ്ടി പ്രയത്നിക്കുക. എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുന്നു, ശുഭ ദിനം നേരുന്നു.